ഇപ്പം ഇങ്ങനെ ഈ ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററിൽ ഞങ്ങൾ വന്നു ജനീവയിൽ. എനിക്ക് വളരെ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ it is really amazing. So we are going to go inside soon. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെറൻ ദിസ് ന്യൂക്ലിയർ റിയാക്ഷൻ ഇവിടെയാണ് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. എൻട്രി ഫ്രീ ആണ്. സാറ്റർഡേസ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്രമാത്രം അക്സസിബിൾ ആണെന്ന് അറിയില്ല. സ്വിറ്റ്സർലൻഡിൽ ജനീവയിൽ ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് അതിൽ ഈ മാഗ്നറ്റ് വയ്ക്കുമ്പോൾ ആ ഇലക്ട്രോൺസ് പാസ് ചെയ്യണം. അപ്പോൾ മാഗ്നറ്റിൽ ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്യുന്നതിന് തെളിയിക്കുന്ന ഒരു സംഗതിയാണിത്. താഴേക്ക് വരുമ്പോൾ ഞാൻ റെക്കോർഡിങ് ചെയ്തില്ല. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇലക്ട്രോൺസ് പാസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ലൈറ്റ് കാണുന്നത്. പക്ഷേ മാഗ്നറ്റ് വെക്കുമ്പോൾ കണ്ടോ ഇലക്ട്രോൺസ് ബെൻഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. താഴേക്ക് വയ്ക്കുമ്പോൾ താഴേക്ക് മാറും. കണ്ടോ, വെരി ഗുഡ്. മുകളിലോട്ട് അത് വെക്കുമ്പോൾ അത് ലൈറ്റ് ബെൻഡ് ചെയ്തുണ്ടോ. ദാറ്റ്സ് ഇറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ഹൗ ദ attracts past the thing. ഇത് നമ്മൾ പഠിച്ചല്ലേ മാഗ്നറ്റിക് ഫീൽഡ്. ആക്ച്വലി ഇഫ് യു പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്, സീ ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. Here also the same thing. നമ്മൾ വേവിൻ്റെ ഇത് കളിക്കാണ്ട് എല്ലാവരും കൂടി ഇതിനൊരു ഇതുണ്ട്. ഒരു വീഡിയോ കണ്ടാലാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ. അതിപ്പോൾ തന്നെ കണ്ടാലാണ് കറക്റ്റായിട്ട് അത് പഠിക്കുന്ന പിള്ളേർക്ക് നല്ല എളുപ്പമല്ലേ. പഠിക്കുന്ന പിള്ളേർക്ക് വെക്കട്ടെ, ഡബിൾ വെക്കട്ടെ. ഡബിൾ വെച്ചപ്പോൾ പാറ്റേൺ മാറി കണ്ടോ. ആ പാറ്റേൺ അവിടെ കാണാം. ഇവിടെ ഗുഡ് ഗുഡ്. ഇത് വേവ്. ഇത് ബോളൊന്ന് വെച്ചിട്ട് എടുത്തേക്കാം. ബോൾ വയ്ക്കുമ്പോൾ
ബോൾ വെക്കുമ്പോൾ ഇങ്ങനെയാണ്. റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടാണ്. കൂടുതൽ മാറ്റുമ്പോൾ ടൂ മെനി ബോൾസ് വരും. ആ ബോളിൻ്റെ ഇത് വയ്ക്കുമ്പോൾ തടസ്സപ്പെടുത്തി ഉണ്ടാവും, കുറഞ്ഞു. ഇത് വയ്ക്കുമ്പോൾ കൂടുതൽ ഓക്കെ, ഭയങ്കര ഫാസ്റ്റ് പോകും. ഇലക്ട്രോൺ വയ്ക്കുമ്പോൾ വർക്ക് ചെയ്യണില്ലോ. ഇലക്ട്രോൺ കാണാനേ ഇല്ല, ഇൻവിസിബിൾ ആണത്. ഗ്ലോബ് സയൻസ് മ്യൂസിയം ക്ലോസ്ഡ് ആണ് നെക്സ്റ്റ് ടൈമിൽ. So we are leaving this area now. We're going home. It's only half an hour drive. Going to eat something and we'll come back in the evening. It's raining as well. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ബെഞ്ചാണെന്ന് പറയുന്നത്. ജനീവയിൽ ഞങ്ങൾ വന്നിരിക്കുന്നതാണ് നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഈ ബെഞ്ചിന് എത്രയോ ഈ സിറ്റഡ് തന്നെ മീറ്റർ നീളമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റാർട്ടിങ് കാണാൻ പറ്റണില്ല ബെഞ്ചിൻ്റെ. അപ്പം ഇത് ഞങ്ങൾ ജനീവയിൽ ഇതിൽ കൂടെ വന്നതാണ്. ചിപ്സും ഉണ്ട്. ജനീവയിലൊരു നൈറ്റ് ഔട്ടാണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. എല്ലാവരും പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആണ്. ഞങ്ങളുടെ മാത്രം ജനീവയാണ്. കണ്ടോ, ഇത് നല്ല ഭംഗിയായിട്ട് കണ്ടോ. ചിപ്സ് കൊണ്ടാണ് ഈ പിക്ചറെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയൊരു ചിപ്സ് വെച്ചിട്ട്, അത് കളർഫുൾ ചിപ്സ് വെച്ചിട്ട് നന്നായിട്ടുണ്ട് ഇവിടെ. അത് പീരങ്കികൾ പണ്ട് യുദ്ധത്തിൻ്റെയൊക്കെ ഓർമ്മയ്ക്ക് വെച്ചേക്കണേണത്. ഇങ്ങനത്തെ ഇതിലാണ് പീരങ്കി വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് ആലോചിക്കണം. നഗരവീതിയിൽ കൂടെ ഒരു വാക്കിംഗ് ആണിത്. ഒരു ടോളസ്റ്റ് ഫൗണ്ടൻ ഇൻ ദ വേൾഡ് ആണെന്ന് ഐ തിങ്ക്, എനിക്ക് തോന്നുന്നത്. അത് ബിൽഡിങ്സിൻ്റെ ഒക്കെ കൂടെ ഹൈറ്റ് നമുക്ക് കാണാം. ഇവിടെ ചുറ്റും ഇങ്ങനെ ലൈറ്റിട്ട് ആളുകളിങ്ങനെ സാറ്റർഡേ ഈവനിങ് എൻജോയ് ചെയ്യുന്നു. പക്ഷെ ഇന്ന് മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്. പക്ഷേ ഞങ്ങൾ ആ ഫൗണ്ടൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇവിടെ സൂപ്പർ വ്യൂ ആണല്ലോ ഇവിടെ നിന്ന്, അല്ലേ? The height is more than 140 meters and it's 24 hours. മോട്ടർ അത്ര പവറിൽ അത് ചെയ്തിട്ടാണ് പിന്നെ സ്പ്രെഡ് ഔട്ടായിട്ട് ഇങ്ങനെ പോകുന്നത്. അവിടെ അത്ര അടുത്ത് വരെ ചെല്ലാം. ഞാൻ നൈറ്റ് കണ്ട് റിസ്ക് എടുക്കുന്നില്ല. ഏറ്റവും വലിയ വാട്ടർഫോളാണിത്. എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. കൊണ്ടുവന്ന ജിബു വർഗീസിനും ജസ്റ്റിൻ വർഗീസിനും വളരെ താങ്ക് യു. സോ ദിസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ ടു സീ. ഇറ്റ് ഈസ് 140 meter height and the width depends on the wind. അല്ലേ, കാറ്റ് വരുമ്പോൾ കൂടുതൽ സ്പ്രെഡ് ഔട്ട് ആവും. പിന്നെ ഈ ലൈറ്റ് എല്ലാം ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ലേറ്റായിട്ട് വന്നാലും ഒന്നും നമ്മൾ മിസ്സാക്കിയില്ല. ഇതൊരു ലേക്കിൻ്റെ നടുക്കേ കൂടിയാണ്. ഇതൊരു ലേക്കിൻ്റെ നടുക്കുള്ളൊരു മരപ്പാലമാണ്. ലേക്കിൻ്റെ നടുക്ക് കൂടിയാണ് നമ്മൾ ഇതിലേക്ക് നടന്നു വരുന്നത്. ഇപ്പം ഞങ്ങൾ നൈറ്റ് ടൈമിൽ വന്നുകൊണ്ട് ഇവിടെ ഒട്ടും തിരക്കില്ല. പിന്നെ ആ ലൈറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് വാട്ടർഫോൾ കാണാൻ പറ്റും. ഈ ഏരിയ മൊത്തം ഇങ്ങനെ ഇത് ഇവിടെ മൊത്തം ഈ ലൈറ്റ് ഇട്ടിരിക്കുന്ന ഓരോരോ ഭാഷയിൽ വെൽക്കം എഴുതിയിരിക്കുന്നതായിട്ട്. ഇത് പേപ്പർ കിടക്കണ പോലെ നമുക്ക് തോന്നുന്നതെല്ലാം ലൈറ്റാണ്. ഇത് ജനീവ സെന്റർ ആണ്. നമുക്ക് രണ്ടുപേരുടെ ഒരുമിച്ച് നിൽക്കാം.
കഴിഞ്ഞിട്ട് ഞാനൊരു ഇത് കാണാം. ഇത് പല ഭാഷയിലുണ്ട് വെൽക്കം കേട്ടോ. ഏതൊക്കെ ഭാഷയെന്ന് എനിക്ക് കൃത്യം അറിയില്ല. ഇത് ചൈനീസാണ്. ഗ്രാസിയാസ് ഇറ്റാലിയൻ. ഇത് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഇത് സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഈ വഴി മൊത്തം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് റിയലി കൂൾ.